യേശുവേ നന്ദി, യേശുവേ സ്തുതി, പറഞ്ഞേ യേശുവേ നന്ദി, യേശുവേ നന്ദി. പറഞ്ഞു കൊടുക്കുമോളെ. യേശുവേ സ്തുതി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പേര് ദിവ്യ. ഞാൻ ചെത്തിപ്പുഴ ഇടവകയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ കുഞ്ഞിൻ്റെ ഒരു സാക്ഷ്യം പറയാനാണ് ഞങ്ങളിവിടെ വന്നത്. ഞങ്ങൾക്ക് 7 വർഷം കൂടി കിട്ടുന്നതാണ് ഈ കുഞ്ഞിന്. അപ്പം ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് കൈയടിച്ച് കേട്ടിട്ട് കഥയും കേട്ടുകൊണ്ടിരിക്കുക. നന്നായി കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുക്കും. മക്കളെ 7 വർഷങ്ങൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആരോടാണോ ഞാനിതൊക്കെ പറഞ്ഞത്? രാവിലെ വന്ന് എല്ലാവരും കൂടെ നോക്കിയിരിപ്പുണ്ട്. മക്കളെ കിട്ടിയില്ല 7 കൊല്ലം. ദൈവസന്നിധി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. 2015 ഹല്ലേലൂയ, ഹല്ലേലൂയ. 2015 തൊട്ട് ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അപ്പം നിങ്ങൾ നാട്ടിൽ തന്നെയാണോ? അല്ല, ഞാനിപ്പോൾ UK-ലാണ്. ഓക്കെ. അപ്പം ഇവിടെ വന്ന് പുറത്ത് പോകാൻ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് ഒത്തിരി അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അവിടെ ചെന്ന് ഞാൻ ഇന്ന് അന്തോണീസ് പുണ്യാളൻ്റെ നൊവേന വായിക്കുമായിരുന്നു. അപ്പം ഈ ഓൺലൈനിലൊന്നും കൂടത്തില്ലായിരുന്നോ? ഓൺലൈനിൽ കൂടുന്നില്ലായിരുന്നു. ഇന്നു മുതൽ മര്യാദയ്ക്ക് ഓൺലൈനിൽ കൂടിക്കോണം അല്ലേ മാച്ചാ? ഹല്ലേലൂയ. കഷ്ടപ്പെടാതെ എഴുന്നേറ്റ് രാവിലെ മുതൽ നിൽപ്പാണ്ട് വൈകിട്ട് 5 മണി വരെ നിപ്പ് നിൽക്കണം. ഹല്ലേലൂയ. 3 മാസം കഴിഞ്ഞുള്ള സ്കാനിങ്ങിൽ അവർ പറഞ്ഞു ഇത്ര ഏജ് ആയതുകൊണ്ട് കൊച്ചിന് ക്രോമസോമൽ ഡിഫക്റ്റ് എന്തെങ്കിലും വരാൻ സാധ്യതയുണ്ട്, 50% ചാൻസേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ ടെസ്റ്റ് ഭയങ്കര റിസ്ക് ആണ് എന്നെല്ലാവരും പറഞ്ഞു. അത് ചെയ്താൽ ചിലപ്പം കൊച്ചു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇവിടെ വന്ന അന്തോണീസ് പുണ്യാളൻ്റെ വെള്ളം വെഞ്ചരിച്ച് അതും കൊണ്ടുവരണം, പിന്നെ ഒരു കുരിശുരൂപം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പിന്നെ വെള്ളം കൊണ്ടുപോകാം, ഒരു കുരിശുരൂപം വെച്ച് ദൈവം ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇനിയെങ്കിലും പഠിക്ക്. ആത്മീയ ആയുധങ്ങൾ ഉപയോഗിക്കാൻ ഇനിയെങ്കിലും പഠിക്ക്. ആത്മീയ ആയുധങ്ങൾ കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു സാമ്രാജ്യവും ഒരു പ്രിൻസിപ്പാലിറ്റീസും ഇല്ല. ഹല്ലേലൂയ. എൻ്റെ കയ്യിൽ ഇവിടുന്ന് വെഞ്ചരിച്ച നൊവേന പുസ്തകം ഉണ്ടായിരുന്നു. അത് അന്ന് മുതൽ ഞാൻ എൻ്റെ വയറ്റ് വെച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഒറ്റ പരിപാടി, മരുന്നിനുള്ള ഒരു പരിപാടിയാണ്. നൊവേന വെഞ്ചരിച്ച പുസ്തകം അതെടുത്ത് വയറ്റ് വെച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറകിലിരിക്കുന്നവർ പറ ഹല്ലേലൂയ. അങ്ങനെ അവൾ ആ വെള്ളം കൊണ്ടുവന്ന് അന്ന് മുതൽ ഞാൻ ആ വെള്ളം കുടിക്കുന്നുണ്ട്. എന്നിട്ട് ഞങ്ങളൊരു തീരുമാനം എടുത്തൊക്കെ എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് പക്ഷേ അമ്നിയോട്ടിക് സിന്തസിസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എടുത്തുള്ള ടെസ്റ്റാണ്. അങ്ങനെ ഞങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തു. അന്നും എല്ലാ ദിവസവും ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും വലിയ മെഡിസിനായത്. വെഞ്ചരിച്ച വെള്ളത്തേക്കാളും ശക്തിയുള്ള ഒരു മരുന്ന് ലോകത്തിലില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ആ ടെസ്റ്റ് ചെയ്തു. എവിടെ പോയാലും ഞാൻ എൻ്റെ നൊവേന പുസ്തകം എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. എന്നും എന്റെ പാസ്പോർട്ട് സൂക്ഷിക്കുന്നത് പോലെ എന്റെ പ്രാർത്ഥന പുസ്തകം ഞാൻ സൂക്ഷിച്ചിരിക്കുക. ജോലിയുടെ ഇടയ്ക്കും സമയം കിട്ടുമ്പോൾ എല്ലാം നൊവേന ചൊല്ലിക്കൊണ്ടായിരിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ ഇത് തുറന്നു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ കുരിശിന്റെ വഴിയും എല്ലാ ദിവസവും ആ പുസ്തകത്തിൽ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ അതെല്ലാം. ദൈവമക്കളെ, ഇതിനപ്പുറത്തൊരു പ്രാർത്ഥന പുസ്തകമില്ല കേട്ടോ. നിനക്ക് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകളൊക്കെ ആ പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ എഴുതി ഉണ്ടാക്കിയത്? പരിശുദ്ധാത്മാവ് മനസ്സിൽ തന്ന ബോധ്യങ്ങൾ വെച്ച് ആ പ്രാർത്ഥനകൾ അതിനകത്ത് ക്രമീകരിച്ചിരിക്കുന്നത്. റിസൾട്ട് വന്നു. ഞങ്ങൾ ദിവസവും ആ പ്രാർത്ഥന പുസ്തകങ്ങൾ ഉപയോഗിക്കും. ആ പ്രമാദ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. ദിവസവും രാവിലെ എഴുതി ആ പ്രാർത്ഥന ചൊല്ലണം. ദിനാന്ത്യ പ്രാർത്ഥന ഉണ്ട്. കിടക്കാൻ പോകുന്ന അത് ചൊല്ലിച്ച് കിടന്നു, പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കുന്നുള്ള ഉറപ്പാണ്. ഞങ്ങൾ അതിനകത്ത് ബന്ധന പ്രാർത്ഥനയുണ്ട്, പരിശുദ്ധാത്മാവിനുള്ള പ്രാർത്ഥനകളുണ്ട്. ഉദയങ്ങൾ ഈ പ്രാർത്ഥന നിങ്ങളെ സഹായിക്കും. ഹല്ലേലൂയ. ഒരാഴ്ച കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പം ഒരു കുഴപ്പമില്ല. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. ഹല്ലേലൂയ. നോർമൽ ഡെലിവറി എന്നോട് പറഞ്ഞത്, പക്ഷേ അവിടെ എനിക്ക് കോംപ്ലിക്കേഷൻ ആയിരുന്നു. സിസേറിയൻ എടുത്ത് അപ്പോഴെല്ലാം ഞാൻ ഈ നൊവേന പുസ്തകം കൈപ്പിടിച്ചുകൊണ്ടാണ് നടന്നത്. ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിന് ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞിനെ കിട്ടി. ഇപ്പോൾ 1 വയസ്സുമായി. കുഞ്ഞിന്റെ പേരെന്താണ്? തോമസ് എന്നാണ്. തോമസ് കുട്ടിയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയോ മക്കളെ, ദൈവത്തിന്റെ കരുണ നോക്കിക്കുക. നീ ദൈവത്തിൽ ആശ്രയിക്കുക. കർത്താവിൽ ആശ്രയിച്ച ആരും പരാജിതനായിട്ടില്ല, അപമാനിതനായിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മൻ്റെ കൊടുത്തേ. നീ പറ. എൻ്റെ പേര് അനീഷ്. ഞങ്ങൾ 2015 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞത്. ഞങ്ങളിതുപോലെ ദുബൈയിലായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ ആദ്യം പ്രഗ്നൻ്റ് ആകുകയും ഇത്
ഇതായി പോവുകയും ചെയ്തു 3 മാസത്തിനിടയ്ക്ക്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു, ദൈവത്തിനോട് ഒരുപാട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഞാൻ അവധിക്ക് വരുമ്പോഴെല്ലാം ഇവിടെ ഇവരും നോവേന കൂടാറില്ല, ഞാനിവിടെ ദൈവത്തിന് നേർച്ചയിട്ട് പോകാറാണ് പതിവ്. ചെറിയ വിശ്വാസങ്ങളേ ഉള്ളൂ എനിക്ക്. പക്ഷേ ഇപ്പം അത് ചെറുതായിട്ടാണ് നിൽക്കുന്നത്, ഇച്ചിരി കൂടെ വലുത് പൊട്ടിക്കെളുത്തോ? പൊട്ടിക്കെളുത്തിട്ടുണ്ട്. ഹല്ലേലൂയാ. ദൈവം ഞങ്ങൾക്ക് ഈ കുഞ്ഞിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുകയാണ്. ഇത്രയും പേരുടെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിന്ന് പറയാൻ എനിക്ക് ധൈര്യം തന്നതും ഈ ഒരു കുഞ്ഞാണ്. യേശുവേ, കണ്ടോ ഇത്രയും പേരുടെ മുമ്പിൽ എന്നെ കുഞ്ഞു തോമസ് കുട്ടി. ഹലോ, ഹല്ലേലൂയാ. ഇപ്പോഴും വന്ന വഴിക്ക് മഴയായിരുന്നു, ഞാൻ വണ്ടിക്കകത്തിരിക്കുകയായിരുന്നു. ഞാൻ വരില്ല എന്ന് പറഞ്ഞതാണ്, കാരണം സ്റ്റേജിൽ കയറി ഇങ്ങനെ പറയുക. നിങ്ങൾ സ്റ്റേജിൽ വെയിൽ വന്നു. ഹല്ലേലൂയാ. പക്ഷേ ഞാൻ നേർച്ചയിടാൻ വന്നപ്പോഴത്തേക്ക് എന്തോ കയറണമെന്നും എന്തോ മനസ്സിലിങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് മമ്മി ഇപ്പം എന്നെ വിളിച്ചു. മാറിയിരിക്കുകയായിരുന്നു. കർത്താവ് ഇങ്ങനെ നിർബന്ധിച്ച് യോനായെ കൊണ്ടുവന്നത് പറഞ്ഞ പോലെയാണ്. ഒരു അനുഗ്രഹം കർത്താവ് കൊടുക്കാൻ പോയപ്പം ഈ ആൾക്കാരെ നിൽക്കുമ്പോൾ ഒരു അനുഗ്രഹം വെച്ച് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയാ. എന്തോ നിങ്ങൾ ഒരു ധൈര്യം ദൈവം തന്നു. പുണ്യാളന് ഒരുപാട് നന്ദി പറയുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വഴിയും എല്ലാവരുടെയും ഈ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയുണ്ട്. ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയാ. അമ്മയ്ക്ക് എന്നാ പറയാനുള്ളത്? ഒരു മിനിറ്റ് അവിടെ എന്തുകൊണ്ടും മൈക്കൂടെ പറഞ്ഞു. എനിക്ക് രഹസ്യം ഒന്നും ഇവിടെ നിന്ന് കേൾക്കത്തില്ല, ഞാൻ ഒച്ചത്തിൽ മൈക്കൂടെ പറയാമെങ്കിലേ ഞാൻ കേൾക്കത്തുള്ളൂ. എൻ്റെ മോൻ്റെ ഒരു കാര്യം പറയാനാണ്. ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല അമ്മയ്ക്ക്? ഞാൻ ഇന്നും വന്ന് പ്രാർത്ഥിക്കാതെ 2017 തൊട്ട് ഇവിടെ വന്ന് ഇന്നും പ്രാർത്ഥിക്കായിരുന്നു. എന്നും പ്രാർത്ഥിക്കാൻ ഒത്തിരി പ്രാർത്ഥിച്ച് നോവേന ചെയ്തൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ ഉണ്ടായതാണ് അവന്. പിന്നെ എൻ്റെ മോൻ്റെ ഒരു കാര്യം ഏട്ടെന്ന് പറഞ്ഞതാണ്. അവനെ UK പോകാൻ വേണ്ടി 15 ലക്ഷം രൂപ കൊടുത്ത് പോകാൻ വേണ്ടി നോക്കിയിട്ട് അവന് പറ്റിയില്ല പോകാൻ. 2 പ്രാവശ്യമായിട്ട് 15 ലക്ഷം രൂപ 15 ലക്ഷം രൂപ കൊടുത്തു. കഴിഞ്ഞ ദിവസം ആരാണെന്ന് കരയുന്ന കേട്ടു. 16-18 ലക്ഷം രൂപ കൊടുത്ത് പോയി. അത് കഴിഞ്ഞ് പിന്നെ അവൻ നാട് ചെറിയ ജോലി നോക്കി. പിന്നെ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അവൻ ദുബായിക്ക് പോയി. 15 പോയി. അത് പോയി. അവനെ ദുബായിക്ക് പോയി. അവിടെ ചെന്ന് അവനെ അച്ഛൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞാൽ പോയത്. അച്ഛൻ പറഞ്ഞ് ജോലി കിട്ടുമെന്ന്. അവന് 30,000 രൂപയുടെ ജോലിയാണ് അവിടെ നിൽക്കാൻ വേണ്ടി പോയതായിരുന്നു. ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ ജോലി അവനവിടെ നിൽക്കും. 30,000 രൂപ കിട്ടിയാലും പോകുമെന്ന് പറഞ്ഞു പോയതാണ്. 1 ലക്ഷം രൂപയുടെ ജോലി കർത്താവ് കൊടുത്തു. ഹല്ലേലൂയാ. കൈയടിച്ച് കർത്താവിന് മാത്രം കൊടുത്തേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് താമസിൽ നിറയട്ടെ, കർത്താവിൻ്റെ കൃപ നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. ശബരാനാഹിര പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെ മനുഷ്യപ്രതി ഖീരക്കമാരാര മോളെ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. ഇനിയും കർത്താവ് കുഞ്ഞുങ്ങളെ തന്നു തന്നെ അനുഗ്രഹിക്കട്ടെ. ശബരാനാഹിര കൃപ നിറയട്ടെ മോനെ. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. നിന്റെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യട്ടെ. ശബരാനാഹിര അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മയുടെ നിയോഗങ്ങളിൽ കർത്താവ് ഇടപെടട്ടെ. ശബരാനാഹിര വാഴുന്ന അന്തോണീസ് പുണ്യവാനെ സ്വീകരിക്കൂ കൈകൾ നീട്ടി. ആപിയാമിൻ അർത്ഥനകൾ ഉപേക്ഷിച്ചാലുപേക്ഷിക്കാതെ